നമ്മുടെ പ്രേക്ഷകരെ അങ്ങനെ എല്ലാ കണ്ണുകളും സെക്രട്ടേറിയറ്റിലേക്കാണ്. ഇപ്പോൾ ക്യാബിനറ്റ് യോഗം തുടരുകയാണ്. അതിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകണം. പെട്ടെന്ന് തന്നെ അവസാനിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഒരു ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി വീണ കൂടി ചേരുന്നുണ്ട്. വീണ, സ്വാഭാവികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 5 ഗ്യാരണ്ടികളുണ്ട്. ആ ഗ്യാരണ്ടികളെ സംബന്ധിച്ച് ഇന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വനിതകൾക്ക് സൗജന്യമായി KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്ന ആ ഗ്യാരണ്ടി. അത് പറഞ്ഞത് രാഹുലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രതീക്ഷിക്കാമോ? അപ്പോൾ മറ്റെന്തെല്ലാം പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ശ്യാം ബാബു, കേരളം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായുള്ള സർക്കാർ ജനങ്ങൾക്കായി എന്ത് പ്രഖ്യാപനങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത് എന്നുള്ളത്. പ്രകടന പത്രികയിലടക്കം 5 ഗ്യാരണ്ടികളാണ് നൽകിയത്, 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് നൽകിയത്. അതിൽ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ വാഗ്ദാനം KSRTC ബസ്സിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന രീതിയിൽ മറ്റു പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചിരുന്നു. ആശാവർക്കർമാർക്ക് നമുക്കറിയാം, 365 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇടതു സർക്കാരിന്റെ ഭരണകാലത്ത് സമരം നടത്തിയവരാണ് ആശാവർക്കർമാർ. അവർക്ക് പ്രതിദിന വരുമാനം അത് വർദ്ധിപ്പിച്ചു നൽകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു. അതും ഈ ഒരു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന വാഗ്ദാനമാണ്. ഒപ്പം തന്നെ കേരളത്തിലുടനീളമായി ഇന്ദിരാ ഗ്യാരണ്ടിയിൽ തന്നെ ഇന്ദിരാ ക്യാന്റീൻ ആരംഭിക്കുമെന്ന്, കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുന്നതിനുള്ള ഒരു വാഗ്ദാനം കൂടി നൽകിയിരുന്നു. കൂടാതെ തന്നെ മറ്റൊരു വാഗ്ദാനമായിരുന്നു ബിരുദ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതികൾ. ഇത്തരത്തിലുള്ള വലിയ വാഗ്ദാനങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് UDF സർക്കാർ നൽകിയിരുന്നത്. സ്വാഭാവികമായും ജനങ്ങൾ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അത്തരത്തിൽ ജനങ്ങൾക്ക് നിലവിൽ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമൊക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നിന്നിരുന്നു. ആ ഭരണവിരുദ്ധ വികാരമില്ലാതെ UD സർക്കാരിന് ആദ്യ ഘട്ടത്തിൽ തന്നെ, അധികാരത്തിലേറുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ കീഴടക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിലാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ വെട്ടിക്കുറച്ചതൊക്കെ, എസ്കോർട്ട് വാഹനങ്ങൾ വെട്ടിക്കുറച്ചതൊക്കെ വലിയ തരത്തിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ അത് വലിയ തരത്തിൽ ചർച്ചയായ സാഹചര്യമുണ്ടെങ്കിൽ പോലും ഈ ഗ്യാരണ്ടികളൊക്കെ നടപ്പാക്കുമ്പോൾ അത് വലിയ തരത്തിലുള്ള സാമ്പത്തിക ചിലവുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. കാലിയായ ഖജനാവാണുള്ളത്. ആ ഖജനാവ് കണ്ടുകൊണ്ട് മാത്രം എങ്ങനെയായിരിക്കും അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയാണ് വി.ഡി. സർക്കാരിന്റെ മുമ്പിലുള്ളത്. അതൊക്കെ മറികടന്ന് വേണം അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കേണ്ടത്. ഒപ്പം ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. അന്ന് തന്നെ അദ്ദേഹം മുതിർന്ന നേതാക്കളെ കാണുകയുണ്ടായി. അന്ന് ആന്റണി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. A.K. ആന്റണി പറഞ്ഞത്, സംസ്ഥാനം കടന്നുപോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയായിട്ടുള്ള സാഹചര്യം മുന്നിലുള്ളതിനാൽ തന്നെ ഈ തുടക്കത്തിൽ തന്നെ UDF സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വലിയ ജനകീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ആദ്യ മന്ത്രിസഭാ യോഗം അത് വളരെ ചുരുങ്ങിയ സമയം മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനക്ഷേമമായിട്ടുള്ള എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടക്കുമെന്നുള്ള കാര്യമാണ് ഉറ്റുനോക്കുന്നത്. മറ്റൊരു പ്രഖ്യാപനമായിരുന്നു ഈ ക്ഷേമ പെൻഷൻ, അതായത് സാമൂഹ്യ പെൻഷൻ അടക്കം വർദ്ധിപ്പിക്കുന്നുള്ള കാര്യങ്ങൾ. ഇതിനൊക്കെ പരിഗണന നൽകുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഈ ഒരു മന്ത്രിസഭാ യോഗം, ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ആയിരിക്കും നടത്തുക എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അക്കാര്യങ്ങളടക്കം ചർച്ചയിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കും തന്നെ വാർത്താ സമ്മേളനം അവസാനിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ഗ്യാരണ്ടികളിലൊക്കെ എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നതെന്ന് സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഇനി കാണാൻ പോകുന്നത്. അതുമാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ഒരു വലിയ പ്രമാദിത്വം മന്ത്രിസഭയിൽ കാണാൻ സാധിക്കുന്നു. രമേശ് ചെന്നിത്തല 2ാം സ്ഥാനത്ത് 2ാം നമ്പർ ബോർഡ് വെച്ച് പോകേണ്ട ചെന്നിത്തലയ്ക്ക് 3ാമനായി മന്ത്രിസഭയിൽ ഇനി 5 വർഷവും തുടരേണ്ട ഒരു ഗതികേടുണ്ട്. ചെന്നിത്തല ഹാപ്പിയാണോ എന്ന ചോദ്യത്തിന് അതല്ല ഇവിടെ പ്രസക്തി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ഇന്നലെയും ഇന്നും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചെന്നിത്തല ശ്രമിച്ചത് എന്ന ചോദ്യമുണ്ട്. അപ്പോൾ അത്ര ഹാപ്പി അല്ല എന്ന് വേണം വിലയിരുത്താൻ. ഇന്ന് ക്യാബിനറ്റ് യോഗത്തിലെത്തിയപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് തൊട്ടടുത്ത് സീറ്റ് ഉറപ്പിച്ചത് മുഖ്യമന്ത്രി കൂടിയായ വി.ഡി. സതീശനാണ്. അത് അദ്ദേഹം അവിടുന്ന് അങ്ങോട്ട് മാറിയപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ തിരിച്ചു വിളിച്ച് ദേ ഇവിടെ അടുത്തിരിക്കൂ, തൊട്ടടുത്തിരിക്കൂ എന്നൊക്കെ പറയുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്.
വീണ, ഇനി അറിയേണ്ടത് സ്വാഭാവികമായിട്ടും ആ ഒരു അപ്രമാദിത്വം അത് ഏതൊക്കെ രീതിയിലായിരിക്കും മന്ത്രിസഭയിൽ പ്രതിഫലിക്കുക? പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ വിഭജനമടക്കമുള്ള അതികഠിനമായ വിഘടനവാദങ്ങൾ ലീഗ് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കഴിഞ്ഞ 10 വർഷമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു തലച്ചോറാണ് സ്വാഭാവികമായിട്ടും പലപ്പോഴും കോൺഗ്രസിൻ്റെ വി ഡി സതീശൻ്റെ വാക്കുകളിലൊക്കെ ഒളിഞ്ഞിരിക്കുന്നത്. പരസ്യമായി തന്നെ വെള്ളപൂശാൻ വി ഡിക്കൊരു മടിയും കാണിച്ചില്ല. ഇതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അത്രയും അപകടകരമായൊരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നൊരാശങ്ക അവിടെയുണ്ട്. നമ്മൾ ആദ്യം കണ്ട കാഴ്ച അത് തന്നെയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് അത്തരത്തിലുള്ള പൊതുപരിപാടികൾ നടക്കുമ്പോൾ ചുവന്ന പരവതാനിയാണ് നമ്മൾ കണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ കണ്ടത് പച്ചപ്പരവതാനിയാണ്. പച്ചപ്പരവതാനി വിരിച്ചുകൊണ്ട് ലീഗിന്റെ കൊടികൾ ആദ്യ മണിക്കൂറുകൾ തന്നെ വീശിപ്പറക്കുന്ന, അതായത് ആ വേദിക്ക് സമീപം ഇങ്ങനെ വീശിപ്പറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. UDFന്റെ കൊടികൾ വളരെ ചുരുക്കമായിരുന്നു എന്നുള്ളതാണ്. കൂടുതലായും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയുടെ പരിസരത്ത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കൂടുതലും നമ്മൾ കണ്ടത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ തന്നെയാണ്. മലപ്പുറത്ത് നിന്നുള്ള ഒരു പ്രവർത്തകരുടെ അതിപ്രസരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കണ്ടത്. അത് സർക്കാരിന്റെ ഭരണത്തിലടക്കം ഉണ്ടാകുമെന്നാണ് നമുക്ക് ആദ്യ സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് ശേഷം സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയുള്ളപ്പോൾ ആഭ്യന്തര വകുപ്പ് അടക്കം നൽകിയിരിക്കുന്ന സുപ്രധാന വകുപ്പ് ചുമതലയുള്ള മന്ത്രിക്ക് 2ാം സ്ഥാനം നൽകാതെ ലീഗിന്റെ പ്രധാനിയായ PK കുഞ്ഞാലിക്കുട്ടിക്കാണ് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒപ്പം തന്നെ ഈ ഒരു മന്ത്രിസഭാ യോഗത്തിലും VD സതീശന്റെ തൊട്ടടുത്തിരിക്കുവാനുള്ള ഒരു സാഹചര്യം മുക്കി കൊടുത്തതും ലീഗിന് തന്നെയാണ്. അത്തരത്തിൽ UDF സർക്കാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാവായി ലീഗ് മാറുന്നു, അല്ലെങ്കിൽ ലീഗിന് വലിയ സ്വാധീനം ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം VD സതീശന്റെ മുഖ്യമന്ത്രി കസേര അത് ഉറപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തികളിൽ ഏറ്റവും ഉള്ളതും ഈ മുസ്ലിം ലീഗിലെ നേതാക്കൾ തന്നെയാണ്. അപ്പോൾ ലീഗിന്റെ നിർദ്ദേശങ്ങൾ, ലീഗിന്റെ താല്പര്യങ്ങൾക്ക് ഭൂരിഭാഗം സമയവും അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞു വരെ VD സതീശന് സംബന്ധിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മുട്ടുമടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനാൽ തന്നെ ലീഗിന്റെ സ്വാധീനത്തിലുള്ള അല്ലെങ്കിൽ ലീഗിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഭരണം തന്നെയായിരിക്കും അടുത്ത 5 വർഷം നടക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ KC പക്ഷത്തുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ പോലും അവർക്കും കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. 8 മന്ത്രിമാർ അവരുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അത്തരത്തിൽ KCക്ക് പിടിമുറക്കാൻ സാധിക്കുമെങ്കിൽ പോലും ലീഗിന്റെ സ്വാധീനം അത് വളരെ വലുതാണ്. ലീഗിന്റെ സ്വാധീനത്തിന് അല്ലെങ്കിൽ ലീഗിന്റെ ചില ചിന്തകൾക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് ഭരണചക്രം അതനുസരിച്ച് തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിയുന്ന കാഴ്ചകളിൽ നിന്നും ഒപ്പം തന്നെ ലീഗിന് നൽകുന്ന പ്രാധാന്യത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. വീണ, തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേള കൂടി, വളരെ വേഗം തിരിച്ചെത്താം. അപ്പോഴേക്കും ക്യാബിനറ്റ് യോഗം തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെയും കാണും.